എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കിലോ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ അരി എന്ന് പറയുമ്പോൾ നമ്മൾ 3 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിടി അവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 8 പഴം എടുത്തിട്ടുണ്ട്. ഒരു 3 പഴം നമുക്ക് 1 കിലോ അരിക്ക് ആവശ്യമുള്ളൂ. പിന്നെ എടുത്തത് വെല്ലമാണ്. ഇത് 3/4 കിലോ വെല്ലം ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്ത്, എള്ള് അതെല്ലാമാണ്. അത് നമുക്ക് ഒന്ന് വാട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം. തേങ്ങാക്കൊത്തും എള്ളും ഞാൻ നെയ്യിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഴമൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ അവിലും 5 ഏലക്കയും ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ മൈസൂർ പഴം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൈസൂർ പഴം തന്നെ ചേർക്കുന്നത് നല്ല ഉണ്ണിയപ്പത്തിന് നല്ലൊരു മണമായിരിക്കും ഉണ്ണിയപ്പം. പിന്നെ ഈ ഉണ്ണിയപ്പം ഒരാഴ്ച വരെ വെച്ചാലും കേടാകാതെ നിൽക്കുന്നുണ്ട്. കലത്തിൽ ചുട്ടിട്ട് വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ഉണ്ണിയപ്പം. അപ്പോൾ ഇത് നമുക്കിനി കൂട്ടി വെക്കാം. വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിന് വേണ്ട കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതേ പാകത്തിനാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു 8 മണിക്കൂർ കുതിരാൻ വെക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് കുതിരാൻ വെക്കട്ടെ. അങ്ങനെ നമ്മൾ അപ്പം കൂട്ടി വെച്ചതെല്ലാം നോക്കാം. ഇത് 8 മണിക്കൂറൊന്നും കുതിർക്കാൻ ഞാൻ വെച്ചിട്ടില്ല. 3 മണിക്ക് കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂർ അത്രയേ ആയിട്ടുള്ളൂ. ഞാൻ ചുട്ട് നോക്കട്ടെ. ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കിലോ വെല്ലം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഞാൻ 1/4 കിലോ വെല്ലവും കൂടി ചേർത്തിന്. എല്ലാം കൂടി 1 കിലോ വെല്ലം ഇതിന് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അപ്പത്തിന് മധുരം വേണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ ആദ്യം നമുക്ക് വെല്ലം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് മധുരം ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിഞ്ഞ് പോകണം. നമുക്ക് ചുട്ട് നോക്കിയിട്ട് ആദ്യം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കാര അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊരു ഗ്ലാസ്സിലാക്കി നമുക്ക് ഒറ്റയിൽ തന്നെ ഒഴിക്കാൻ പറ്റും. ഞാൻ പിന്നെ ഫോണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. ഇനി ഇതായി വരട്ടെ. ഒരു വശമായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ മറിഞ്ഞ് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ആകട്ടെ, എന്നിട്ട് വാങ്ങി വെക്കാം. ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെക്കാം.
ഇതിന് കുറച്ച് തണിയിട്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം വെന്തിനോ നോക്കണം. കൂട്ട് കട്ടിയായാൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. ഇതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് നേരെ ഉണ്ടെങ്കിൽ നല്ല ഉള്ളെല്ലാം വെന്ത് നല്ല ആരെടുത്തിട്ടുണ്ടാവും. ഒരിക്കലും കൂടി പാര. ഞാൻ മുറിച്ച് നോക്കി, ഉള്ളെല്ലാം നന്നായി വെന്തിട്ടുണ്ട്, നല്ല ആരെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് ഒരു കലത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ അപ്പയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ വെല്ലം എടുക്കുമ്പോൾ കുറച്ച് ഒരു ബ്രൗൺ കളറിലെ വെല്ലം എടുക്കാൻ പാടുള്ളൂ. നല്ല വെളുത്ത വെല്ലാകുമ്പോൾ അപ്പോൾ ഇതേപോലെ കളർ കിട്ടൂല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.